പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരു അത്ഭുതവുമില്ല. ഒരുപക്ഷെ ഭൂരിപക്ഷം ഇത്ര കിട്ടുമോ കുറച്ച് കിട്ടുമോ എന്നൊക്കെ സംശയമുണ്ടായേക്കാം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളും മറ്റു കുറേ ആളുകളും നടത്തിയ പ്രചരണത്തിലെ പൊള്ളത്തരം നമുക്ക് ഏതാണ്ട് ബോധ്യമായി. ഒരർത്ഥത്തിലെ ത്രികോണ മത്സരം തന്നെയാണ്. കാരണം അവസാന ഫലം വരുമ്പോൾ BJPയും LDFും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. 2000 ശിഷ്ട വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. 37,000 LDFന് കിട്ടിയപ്പോൾ 39,000 വോട്ടാണ് NDAക്ക് കിട്ടിയത്. സരിനെ പോലൊരു സ്ഥാനാർത്ഥിയല്ല, കുറച്ചുകൂടി വ്യക്തിത്വമുള്ള ഒരു പാർട്ടി സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് LDFനെ 2ാം സ്ഥാനത്ത് എത്തിച്ചേനെ എന്ന് പോലും തോന്നുന്ന തരത്തിലാണ് അതിന്റെ ഫലം വന്നിട്ടുള്ളത്. പക്ഷെ LDFന് അങ്ങനെ എത്തുന്നുണ്ടായിരുന്നോ എന്നുള്ളത് വേറെ കാര്യം. LDFന്റെ ലക്ഷ്യം ഏതെങ്കിലും വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം LDFും BJPയും 2 അപരന്മാരെ നിർത്തി, 2 രാഹുൽമാർ. BJPയുടെ രാഹുൽ, CPMന്റെ രാഹുൽ എന്ന് പറഞ്ഞാൽ BJP CPMനെതിരെ നിർത്തിയില്ല, CPM BJPക്കെതിരെ നിർത്തിയില്ല. അവിടെ സരീനും വന്നില്ല, അല്ലെങ്കിൽ കൃഷ്ണകുമാറും വന്നില്ല. അപ്പോൾ അവർ തമ്മിലൊരു അന്തർധാര അവിടെ വ്യക്തമായിരുന്നു എന്ന് നിരവധി അനുഭവങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, കെ സുരേന്ദ്രൻ പറഞ്ഞു അവിടെ UDF 3ാം സ്ഥാനത്തേക്ക് പോകും. സുരേന്ദ്രനാണ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മളത് വിലക്കെടുക്കണമെന്നില്ല. പലതും സുരേന്ദ്രൻ പറഞ്ഞതൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. സന്ദീപ് വാര്യർ പറഞ്ഞ അതാണ്. സുരേന്ദ്രൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഈ മലയാളത്തിൽ ശരിയായിട്ടുണ്ടോ? അതുപോട്ടെ. CPMും അതേ നിലപാടെടുത്തു. CPM BJP സഹായിക്കുന്ന തരത്തിലുള്ള നിരവധി നിലപാടുകൾ എടുത്തു. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പെട്ടി വിവാദം അവിടെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ CPM നേതാക്കളോടൊപ്പം BJPയുടെ യുവമോർച്ച നേതാക്കളും ഉണ്ടായിരുന്നു എന്നത് ക്യാമറകളൊക്കെ കണ്ടതാണ്. അവർ തമ്മിൽ വലിയ ആശയവിനിമയം നടത്തുന്നു. ഇപ്പൊ പിടിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം, അല്ലെങ്കിൽ ആ റൂമിലുണ്ട്, പൈസയുണ്ട് എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണം. പെട്ടി പൊട്ടി, പരിപാടിയും പൊട്ടി. BJPക്ക് CPMുമായുണ്ടായ ഈ അന്തർധാര BJPക്ക് തകരാറായോ എന്ന് മാത്രമേ സംശയിക്കാനുള്ളൂ. സരിനെ സംബന്ധിച്ചിടത്തോളം സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് കോൺഗ്രസിന്റെ കുറെ വോട്ടുകൾ, പിന്നെ ന്യൂനപക്ഷത്തിന്റെ കുറച്ച് വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും അതുവഴി സരിന് ജയിക്കാനല്ല BJPക്ക് ജയിക്കാൻ അവസരമുണ്ടാകുമോ എന്ന് ശ്രമിക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. സന്ദീപ് വാര്യരെ പറ്റിയുള്ള വളരെ മോശപ്പെട്ട ഒരു പത്രപരസ്യം, ഒരു മതവിഭാഗത്തിന്റെ മാത്രം പത്രങ്ങളിൽ, ഒരു വിഭാഗത്തിന്റെ മാത്രം 2 പത്രങ്ങൾ, അതിൽ തന്നെ ഒരു ഉപവിഭാഗത്തിന്റെ പത്രങ്ങളിൽ കൊടുത്ത് തന്നെ നാണം കെട്ട ഇടപാടായിരുന്നു. അത് എന്തൊക്കെ ധാർമ്മികത പറഞ്ഞാലും അതിന് നിലനിൽപ്പില്ല. കാശ് കൊടുക്കാതെയാണ്, കാശ് കുറവായിരുന്നു അതിൽ ആ പത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ ദേശാഭിമാനി ഫ്രീ ആയിട്ട് കൊടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് സരിൻ തരംഗം ദേശാഭിമാനിയിൽ വരാതിരുന്നത് എന്ന വലിയ ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ വന്നിരിക്കുന്നു. 18,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചിരിക്കുന്നു. 10,000-ലധികം വോട്ട് BJPക്ക് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ചും പാലക്കാട് നഗരസഭയിൽ. CPMനെ സംബന്ധിച്ചിടത്തോളം സരിൻ വന്നതുകൊണ്ട് ആകെ ഉണ്ടായ വോട്ടിലെ വ്യത്യാസം 800 വോട്ട് കൂടുതൽ കിട്ടി. സരിനും അതുകൊണ്ടാണോ ഗുണമെന്ന് എനിക്കറിയില്ല. എല്ലാ കളിയും കളിച്ചു. അവിടെ MP രാജേഷ് അടക്കമുള്ള ആളുകൾ നിരന്തരം വന്ന് ക്യാമ്പ് ചെയ്ത്, ഒരു ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ അതുണ്ടാവും, നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കി. അത് പെട്ടി വിവാദത്തിന് ശേഷം പിന്നെ വാറ്റ് വിവാദം, അങ്ങനെ പലതും. സന്ദീപ് വാര്യർ വന്നപ്പോൾ അതിന്റെ വിവാദം, നേരത്തെ പറഞ്ഞ പത്രവിവാദം ഒക്കെ ഉണ്ടാക്കി. എന്നിട്ടും ഒരു ഇഞ്ച് പോലും കാര്യമായി മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെ അന്തർധാരയുള്ള സഖ്യകക്ഷി എന്ന നിലയിൽ BJPക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. മുനമ്പം വിഷയമൊക്കെ കത്തിക്കും ഞങ്ങളിപ്പോ എന്നൊക്കെ പറഞ്ഞു. ഒരു മുനമ്പവും അവിടെ കത്തിയില്ല, ഒരു പടക്കവും കത്തിയില്ല. കൽപ്പാത്തി രഥോത്സവത്തിൽ ഞങ്ങൾ ഇതാണ് കാല് ചെരുപ്പിട്ട് രഥം വലിച്ചു എന്നൊക്കെ രൂപത്തിലുള്ള പ്രചരണം ചില ചാനലുകൾ നടത്തി. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. സരിൻ ഒപ്പത്തിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മുമ്പിൽ വരും, 70,000 വോട്ട് പിടിക്കും സരിൻ എന്നൊക്കെ സരിനടക്കമുള്ള ആളുകൾ പറഞ്ഞു.
പിന്നെ ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി മാത്രം പറഞ്ഞാൽ പോരല്ലോ, ആണ്ടിയായിട്ട് അടി കിട്ടിയവരും പറയണ്ടേ. ഏതായാലും അതൊക്കെ സരീൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ നീ പറഞ്ഞിട്ട് കാര്യമില്ല. കെ സുരേന്ദ്രന്റെ മറ്റൊരു പതിപ്പായി സരീൻ മാറി. സരീൻ പറഞ്ഞതൊക്കെ വെള്ളത്തിലായി, ഒന്നുമില്ല. അദ്ദേഹം ഇന്ന് DCC പ്രസിഡന്റിനെ കാണുമെന്നോ നാളെ സതീശനെ കാണാൻ സമയം ചോദിച്ചിട്ടുണ്ടെന്നോ, ഇത് ചേച്ചി എന്ന് കാണാൻ പോയതാ. പിന്നെ ഷാഫി പറമ്പിലിനെ കാണുമെന്നോ കാണാൻ പോയോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും പോയിട്ടുണ്ടാവും, സരീനായതുകൊണ്ട് പോയിട്ടുണ്ടാവും. ഏതായാലും പാലക്കാടിന്റെ ഫലം വന്നിരിക്കുന്നു. പാലക്കാട് നഗരസഭയിൽ നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ UDFന് ലീഡ് കിട്ടിയിരിക്കുന്നു. ഇവിടെ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക നഗരസഭയാണ് പാലക്കാട്. ആ നഗരസഭയുടെ ഭരണം അവർക്ക് നഷ്ടപ്പെടുമോ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ? ഇപ്പോൾ അവരുടെ തോൽവിക്കുള്ള ഒരു കാരണം കൂടി പറയുന്നത് നഗരസഭയിലെ ഭരണത്തിനോടുള്ള എതിർവികാരമാണ്. അതുകൊണ്ടാണ് നഗരസഭയിൽ വോട്ട് പോയതെന്ന്. പ്രത്യേകിച്ചും അതിൻ്റെ ചെയർപേഴ്സൺ ഒരാൾ രാജിവെക്കാൻ പോകുന്നു. അതിനേക്കാൾ ഉപരി അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാ അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ ഭാര്യയിലാണ് എന്നൊരു വാദവും അവിടെയുണ്ട്. അതും കൃഷ്ണകുമാറിന് ദോഷമായി എന്നാണ് കേൾക്കുന്നത്. അതറിയില്ല. ഏതായാലും ഇനി വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് പാലക്കാട് എടുക്കും എന്നത് വളരെ നിർണായകമാണ്. പൊതുവെ കോൺഗ്രസ് ഒരു ദുർബല കക്ഷിയാണ് പാലക്കാട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു സംഘടനാ സംവിധാനമില്ല, പല സ്ഥലത്തും ബൂത്ത് കമ്മിറ്റികളില്ല. എൻ്റെ ഒരു സുഹൃത്ത് UDFന് വേണ്ടി വർക്ക് ചെയ്യാൻ പോയിട്ട് പറഞ്ഞു, ഒരു 20-25 സ്ഥലത്തെങ്കിലും കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റികളില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞ് MP രാജേഷ് പറഞ്ഞു, ഇവിടെ പല സ്ഥലത്തും ബൂത്തിലിരിക്കാൻ കോൺഗ്രസിന് ആളില്ല. അതുകൊണ്ടെന്ന് പോക്ക് മനസ്സിലായി. കാരണം ഇല്ലെങ്കിൽ ഇത്ര വോട്ട് കിട്ടില്ല. അപ്പൊ ആ അർത്ഥത്തിൽ കോൺഗ്രസിനെ ജയിക്കണമെങ്കിൽ ശക്തമായൊരു സംഘടനാ സംവിധാനം അവിടെ ഉണ്ടായേ പറ്റൂ. വോട്ടുണ്ടായിട്ട് മാത്രം ജയിക്കില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വളരെ നിർണായകമാണ്. ഓരോ വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് സ്വീകാര്യരാവണം, നല്ല സ്വഭാവമുള്ളവരാവണം, ജനങ്ങളുമായി ബന്ധമുള്ളവരാവണം. ഇതൊക്കെ ഉണ്ട്. അത് നടക്കുമോ? അതിനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനാണ് പാലക്കാടിന് ചുമതല കൊടുത്തിട്ടുള്ളതെന്നാണ്. അങ്ങനെയെങ്കിൽ കെ മുരളീധരൻ നല്ലൊരു സംഘാടകനാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. അദ്ദേഹം അതിന് ചുമതല ഏറ്റെടുക്കുകയും പാലക്കാട് ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്താൽ ദുർബലമായിരിക്കുന്ന BJP അധികാരത്തിൽ നിന്ന് പുറത്താവുകയും കോൺഗ്രസിന് അവിടെ അധികാരത്തിലെത്താൻ കഴിയുകയും ചെയ്യും. ഇത് പാലക്കാടിന് ദീർഘകാലമായി ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് പരിഗണിക്കാം. കാരണം ഇനി BJPക്ക് ഒരു തിരിച്ചു വരവ് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം RSS നേരിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് BJPക്ക് ഇനി കീഴോട്ടാണ് വളർച്ച എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. LDFന് മേലോട്ട് വളരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് പുതിയ നേതൃത്വം നൽകി അത് പിടിക്കാൻ കോൺഗ്രസിന് കഴിയുകയാണെങ്കിൽ അത് വലിയ വ്യത്യാസമുണ്ടാക്കും. കാരണം BJPക്ക് കേരളത്തിലുള്ള ഏക നഗരസഭ നഷ്ടമാകും. മുരളീധരനും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും മുമ്പുണ്ടായിരുന്ന ഷാഫിയും ശ്രീകണ്ഠനുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഇടപെടൽ നടത്തി. ഷാഫിയാണ് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതല എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ചില അറിവുകൾ വെച്ച് നഗരത്തിൽ കൂടുതൽ സ്വാധീനം ഷാഫിയേക്കാൾ ഉള്ളത് ശ്രീകണ്ഠനാണ് എന്നാണ്. ശ്രീകണ്ഠൻ വളരെ പ്രിയപ്പെട്ട ഒരു MP ആണ് അവിടെ. അതുകൊണ്ടാണല്ലോ വിജയരാഘവനെ പോലും തോൽപ്പിച്ച് മാർക്സിസ്റ്റ് കോട്ടയിൽ പാലക്കാട് ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലവും CPM വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലങ്ങളാണ്. എന്നിട്ടും LDFന് പാലക്കാട് സീറ്റ് പിടിക്കാൻ കഴിയാതിരുന്നതിന് ഒരു കാരണം ശ്രീകണ്ഠനാണ്. അപ്പൊ ശ്രീകണ്ഠന്റെ ബലവും മുരളീധരന്റെ സംഘടനയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തനവും കൂടിയാൽ പാലക്കാട് നഗരസഭ വേണമെങ്കിൽ കോൺഗ്രസിന് പിടിക്കാം. പക്ഷേ അച്ചടക്കത്തോടുകൂടിയുള്ള പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് നടപടികളും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ വേണം. അത് സംഭവിക്കുമോ എന്നാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്.